ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മലയാളീസ് ടോക്സ്. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യൂസാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി 4 വർഷമാക്കി എന്നത്. 4 വർഷ ഡിഗ്രിയെക്കുറിച്ച് നമ്മുടെ എല്ലാവരുടെയും ഇടയിൽ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്ന നിലയിലാണ് ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. കാലിക്കറ്റ് സർവകലാശാല 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിക്കുന്ന പ്രഖ്യാപനം മെയ് 27-ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കുകയാണ്. 400-ൽ പരം അഫിലിയേറ്റഡ് കോളേജുകളിലായി 4 വർഷ ബിരുദം നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സർവകലാശാലയാണ് കാലിക്കറ്റ്. ഇന്നത്തെ കാലത്ത് +2 കഴിഞ്ഞ ഡിഗ്രിക്ക് പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. എല്ലാവരും ജോബ് ഓറിയൻറ്റഡ് കോഴ്സുകളാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. 3 വർഷം വെറുതെ ഡിഗ്രിക്ക് പോയി സമയം കളയണ്ടേ എന്നൊരു ചിന്താഗതിയാണ് നമ്മുടെ എല്ലാവരുടെയും ഇടയിലുള്ളത്. ആ സമയത്താണ് 4 വർഷ ഡിഗ്രി ആക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി താല്പര്യം കുറയുകയേ ഉള്ളൂ. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഡിഗ്രി 4 വർഷം എന്ന് പറയുന്നത് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഡിഗ്രി പ്രോഗ്രാമാണ്. സാധാരണ ഒരു ഡിഗ്രി അല്ല 4 വർഷത്തെ ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രി 4 വർഷമാണ്. അപ്പോൾ അതേ രീതിയാണ് നമ്മുടെ നാട്ടിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണയുള്ള ഡിഗ്രി പ്രോഗ്രാമുകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷത്തെ 4 വർഷ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് തികച്ചും സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ആണ്. ഡിഗ്രി യഥാർത്ഥത്തിൽ 3 ടൈപ്പാണ് ഈ വർഷം മുതലുള്ളത്. ഒന്നാമത്തേത് 3 വർഷത്തെ ഡിഗ്രി, അതായത് സാധാരണ നമ്മൾ എല്ലാവരും എടുക്കുന്നത് പോലെയുള്ള 3 വർഷത്തെ ഡിഗ്രി. പക്ഷെ അതിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. അടുത്തതെന്ന് പറയുന്നത് ഡിഗ്രി വിത്ത് ഓണേഴ്സ് ആണ്. ഡിഗ്രി വിത്ത് ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 വർഷത്തെ ഡിഗ്രിയും 1 വർഷത്തെ ഓണേഴ്സ് ഡിഗ്രി, അതായത് PG കൂടി ഉൾപ്പെടുന്ന ഒരു ഡിഗ്രിയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ PGക്ക് 1 വർഷം പഠിച്ചാൽ മതി, 2 വർഷം പഠിക്കേണ്ട ആവശ്യകതയില്ല. മൂന്നാമത്തേത് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണ്. അതായത് ഡിഗ്രി ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ 4 വർഷത്തെ ഡിഗ്രിക്കൊപ്പം തന്നെ നിങ്ങൾ റിസർച്ച് കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് വിത്ത് PhD ചെയ്യാനുള്ള ഒരു അവസരമാണ് കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ PhDക്കൊക്കെ എൻട്രൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഡിഗ്രി 3 വർഷം, PG 2 വർഷം, ഇതൊക്കെ കഴിഞ്ഞ് നെറ്റ് എഴുതി എടുത്തിട്ടൊക്കെ വേണം, JRF ഒക്കെ കിട്ടിയിട്ട് വേണം നിങ്ങൾക്ക് PhDക്ക് ജോയിൻ ചെയ്യാൻ. പക്ഷേ ഇതങ്ങനെയല്ല. 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് എഴുതിയിട്ട് PhDക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അത് അങ്ങനെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അങ്ങനെയും പോകാം. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ 4 വർഷം പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നിർത്തണമെങ്കിൽ നിർത്താം. ഓക്കെ, അപ്പോൾ 4 വർഷം എന്നത് ഒരിക്കലും യൂണിവേഴ്സിറ്റി നിർബന്ധിക്കുന്നില്ല. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിക്കാം, അല്ല 3 വർഷം കൊണ്ട് നിർത്തണമെങ്കിൽ നിർത്താം. ഇനി പറയാൻ പോകുന്നത് ഈ 4 വർഷ ഡിഗ്രിയിൽ ഉൾപ്പെടുന്ന മേജർ ആൻഡ് മൈനർ കോഴ്സുകളെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ഓരോ കോളേജിൻ്റെ ഫ്ലെക്സ് ബോർഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മേജർ കോഴ്സസ്, മൈനർ കോഴ്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഇതെന്താണെന്ന് എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും. മേജർ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് BCom ഫിനാൻസ് ആണ് എടുക്കുന്നത്. അപ്പോൾ BCom ഫിനാൻസിൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾ ഏതാണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ആ സബ്ജക്റ്റുകളാണ് മേജർ കോഴ്സിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ BCom സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് അല്ലാത്ത, അതായത് ഇപ്പോൾ BCom ഫിനാൻസ് എടുക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ കോപ്പറേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ്, മ്യൂസിക്, ഡാൻസ്, അങ്ങനെ ഇഷ്ടമുള്ള വിഷയങ്ങൾ വേറെ പഠിക്കാനുള്ള അവസരമാണ് മൈനർ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ മേജർ കോഴ്സ്, അതായത് നമ്മൾ എടുക്കുന്ന മെയിൻ സബ്ജക്റ്റുമായിട്ട് ചിലപ്പോൾ യാതൊരു ബന്ധവും മൈനർ കോഴ്സുകൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഇതാണ് മേജർ ആൻഡ് മൈനർ കോഴ്സസ് എന്ന് പറയുന്നത്. ഇനി ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് ചേഞ്ച് ചെയ്യാം എന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടി ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു BA എക്കണോമിക്സിന്. അപ്പോൾ ആ കുട്ടി സാധാരണത്തെ ഡിഗ്രി അനുസരിച്ച് 3 വർഷവും BA എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. പക്ഷേ ഈ ഒരു 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ ഒരു കുട്ടി ഫസ്റ്റ് ഇയറിൽ, അതായത് ഫസ്റ്റ് സെം സെക്കൻഡ് സെം 2 സെമ്മാണല്ലോ ഫസ്റ്റ് ഇയർ. അപ്പോൾ ഈ 2 സെമ്മിലും
BA എക്കണോമിക്സ് എടുത്തൊരു കുട്ടി മൈനറായിട്ട് കൊമേഴ്സ് സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ആ കുട്ടിക്ക് കൊമേഴ്സ് സബ്ജക്റ്റ് താല്പര്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് ഇയർ അതായത് തേർഡ് സെമ്മിൽ ആ കുട്ടിക്ക് കൊമേഴ്സിലേക്ക് അതായത് BCOMലേക്ക് മാറാനുള്ള അവസരമുണ്ട്. കോഴ്സ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ മാത്രമല്ല കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള അവസരം, അത് ഏത് വേറെ കോളേജിൽ പോയാലും നമുക്ക് ആ കോഴ്സ് ചേഞ്ച് ചെയ്തിട്ട് തന്നെ പഠിക്കാം. സെക്കൻഡ് ഇയർ മുതൽ നമുക്കത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം കൂടി ഈ ഒരു കോഴ്സ് ചേഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അടുത്തതായിട്ടുള്ളതാണ് സ്റ്റുഡൻസ് ID. എന്താണ് സ്റ്റുഡൻസ് ID കൊണ്ടുള്ള ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിക്ക് സ്റ്റുഡൻസ് ID ഉണ്ടായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഒരു BA എക്കണോമിക്സിന് ജോയിൻ ചെയ്തു, മൈനറായിട്ട് നമ്മൾ മ്യൂസിക്കാണ് എടുക്കുന്നത്. അപ്പോൾ മ്യൂസിക് എടുക്കുന്ന കുട്ടിക്ക് അത് പഠിക്കാനായിട്ട് ചെമ്പൈ സംഗീത കോളേജിൽ പോയി പഠിക്കാം. അപ്പോൾ അറ്റൻഡൻസ് നമ്മൾ പഠിക്കുന്ന കോളേജിൽ കമ്പൽസറി അല്ല, പക്ഷേ നമ്മൾ എവിടെയാണോ പഠിക്കാൻ പോകുന്നത് അവിടെ അവർ അറ്റൻഡൻസ് നിങ്ങളുടെ സ്റ്റുഡൻസ് IDയിൽ രേഖപ്പെടുത്തും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അറ്റൻഡൻസ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ആ സ്റ്റുഡൻസ് IDയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ. അതായത് ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട സ്കോർ 133 ആണ്. 3 വർഷത്തെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. അല്ല 4 വർഷത്തെ ആണെങ്കിൽ 177 ആണ് നിങ്ങൾക്ക് ക്രെഡിറ്റ് സ്കോറായിട്ട് വരുന്നത്. ഈ സ്കോറിൽ മേജർ മൈനർ കോഴ്സുകളുടെ സ്കോർ എല്ലാം ഉൾപ്പെടുന്നതാണ്. മേജർ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾ മൈനറായിട്ട് ഒരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഒരു സ്കോർ ഉണ്ടായിരിക്കും. ആ സ്കോർ ഇപ്പോൾ 100 ആണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട സ്കോർ 133 ആണ്. അപ്പോൾ ബാക്കി 33 സ്കോറാണ് നിങ്ങൾ ഡിഗ്രിയിലൂടെ നേടിയെടുക്കേണ്ടതുള്ളൂ. ആ സ്കോർ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിൽ തന്നെ നേടാൻ സാധിച്ചാൽ നിങ്ങളുടെ ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ആവും. അടുത്തതാണ് ചാപ്റ്റേഴ്സ്. അതായത് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുമ്പോൾ ആ കോഴ്സുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ പ്രാവശ്യം അങ്ങനെയല്ല. നമ്മളെടുക്കുന്ന കോഴ്സിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്ക് തീരുമാനിക്കാം ഞങ്ങൾ ഏതൊക്കെ പഠിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തികച്ചും സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത്. 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമിൽ ഇൻറ്റേൺഷിപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനകരമായ രീതിയിലാണ് 4 വർഷത്തെ ഡിഗ്രി നടപ്പിലാക്കുന്നത്. ഇതുവരെ പഠിച്ച 3 വർഷത്തെ ഡിഗ്രി പോലെയല്ല ഈ 4 വർഷത്തെ ഡിഗ്രി. ഇവിടെ പ്രാധാന്യം കുട്ടികൾക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇഷ്ടമുള്ള കോളേജിൽ പോയി പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാകുന്നത്. ഈ ഡിഗ്രി കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിന് അത്രയധികം വാല്യൂ ഉണ്ട്. നമ്മൾ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റിന് വളരെയധികം വാല്യൂ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും ഞാൻ വരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.